സന്തോഷമുള്ളവർ കരങ്ങൾ ദൈവനാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ. വിശുദ്ധ ദിവസം രാത്രി ദിവസത്തിന്റെ വീണ്ടുമായി കണ്ടെത്താവുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രൈവറ്റ് ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ആരാധനയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഞാൻ കാണാം. ദൈവത്തിന്റെ ആത്മാവാണ് നിയന്ത്രിക്കുന്നത്. അപ്പോ ദൈവഹിതമായ കാര്യങ്ങൾ കേൾക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുവാനും ഒരു നിമിഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കപ്പെട്ട നിലയിൽ വേണം ദൈവ സഭയിലേക്ക് ചെല്ലുവാൻ, ദൈവസന്നിധിയിലായിരിക്കാൻ. ബൈബിൾ ക്ലാസ് ആണെങ്കിൽ എന്ത് വേണം? പുസ്തകം പേന, ഒരുക്കത്തിന്റെ അറിയാവുന്നതാണ്. ബുക്കും പേനയും വേണം. ബുക്കും പേനയിൽ അതൊരു ബൈബിളിന്റെ ഫ്രണ്ടിലൊക്കെ എഴുതാനുള്ള പുറപ്പാടുമായിട്ട് റെഡിയായിട്ടിരിക്കുക. നാം പലപ്പോഴും ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്, പലരും നമ്മളെ പഠിപ്പിക്കുന്നതും ശാസ്ത്രം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതുമായ കാര്യം ഭൂമി തനിയെ ഉണ്ടായി, ജീവികൾ തനിയെ ഉണ്ടായി, പിന്നെ അമീബയിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നുമൊക്കെ ജീവജാലങ്ങൾ ഉണ്ടായി, പുറകിൽ നിന്ന് മനുഷ്യനുണ്ടായി. യേശു ഭൂമിയിൽ വന്ന് സ്വർഗാരോഹണം ചെയ്തിട്ട് ഏകദേശം 2020 വർഷങ്ങൾ കഴിഞ്ഞു. ശാസ്ത്രത്തിന്റെ വികസനം, ശാസ്ത്രത്തിന്റെ വളർച്ച അതിനനുസരിച്ച് ചെയ്തു വളർന്നു. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ പഠന വിഷയം അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിനകത്ത് അവൻ എഴുതപ്പെടേണ്ടത് ശാസ്ത്രമോ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യങ്ങളോ അല്ല. ദൈവ പൈതലിനെ സംബന്ധിച്ച് വചനത്തിൽ എന്തു പറയുന്നു അത് എഴുതപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ചാണ്. ബൈബിളിൽ ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് ഉൽപ്പത്തിയാണ്. ആരാണ് ഉൽപ്പത്തി എഴുതിയത്? മോശയാണ്. 5 ഗ്രന്ഥങ്ങൾ മോശ രചിച്ചു എന്ന് പറയുന്നു. ഉൽപ്പത്തി, ആവർത്തനം. ഈ 5 പുസ്തകങ്ങളെ നിയമപുസ്തകങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നിയമപുസ്തകങ്ങൾ. എബ്രായ ഭാഷയിൽ നിന്നും ഇത് തർജ്ജമ ചെയ്ത് മാറ്റുന്ന സമയത്ത് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരുന്ന ഭാഷയിൽ നിന്നും തോലിലാണ് ഈ പുസ്തകങ്ങൾ എന്ത് അന്നത്തെ കാലത്ത് എഴുതപ്പെട്ടിരുന്നത്. അതിൽ നിന്നും അത് മാറ്റുന്ന സമയത്ത് 70 പേർ 70 ദിവസം കൊണ്ട് എഴുതപ്പെട്ട 5 പുസ്തകങ്ങളാണ് നിയമപുസ്തകം. 70 പേർ തർജ്ജമ ചെയ്ത കാര്യം പറയുന്നത്, തർജ്ജിമ ചെയ്ത കാര്യമാണ് പറയുന്നത്. എബ്രായ ഭാഷയിൽ 70 പേർ 70 ദിവസം കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത, അതിനെ സെപ്റ്റുവജന്റ് എന്ന് പറയുന്നത്. 70 എന്നാണ് സെപ്റ്റുവജന്റിന്റെ അർത്ഥം. ബറേഷീത് എന്നാണ് ഉൽപ്പത്തി എന്ന പുസ്തകത്തിന് എബ്രായ ഭാഷയിൽ പറയുന്നത്. ബറേഷീത്. ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് നാം അധികമായി പഠിക്കുന്നതിന് മുമ്പായി അതിനകത്ത് ആകാശം, ഭൂമി, സസ്യമൃഗാദികൾ, മനുഷ്യൻ, മാനുഷിക ബന്ധങ്ങൾ, ഭാഷ, വിവാഹം, പാപം, യാഗം, ഇത്രയും കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു.
നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സൃഷ്ടിയെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. 6 ദിവസം കൊണ്ട് ഇത് പെട്ടെന്ന് നമ്മള് ഏകാഗ്രതയോടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാമെന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ ശ്രദ്ധിപ്പിക്കാതെ ഒരു തല കൊടുക്കണം. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ദൈവവചനമാണ്. അപ്പൊ നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും, ഒന്ന് കേൾക്കരുത്. പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് അടിച്ചു പോകും. നമ്മളെ ഈ ആലയത്തിനകത്ത് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോയിച്ചായിരുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥനയോടെ സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന ആലോചനകൾ, ആ ചിന്തകൾ നിങ്ങളോട് പ്രസന്റ് ചെയ്യാം. അതിനകത്ത് തെറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മീറ്റിംഗ് കഴിയുമ്പോൾ എന്നോട് ചോദിക്കാം, ഞാനും അതിനെക്കുറിച്ച് പഠിക്കാം. ഹല്ലേലൂയ. എല്ലാം തികഞ്ഞതായിട്ട് ആരുമില്ലല്ലോ. എന്നാൽ എല്ലാ തികഞ്ഞ ഒരാളെ എല്ലാം കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഇടകയറിയിരിക്കുന്നു. വിശ്വാസിയുടെ പേരെന്താ? നമ്മുടെ പേരെന്താ? വിശ്വാസി. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇവിടെ കയറിയിരിക്കുന്നത്. സോദരൻ, ആദിയിൽ ദൈവം, അതിൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ഇൻ ദ ബിഗിനിങ് എന്നാ പറയുന്നത്. ആദിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം മാത്രമുള്ള ഒരു സമയം. കാലങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത്ര വർഷം മുമ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾ മുമ്പേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം മാത്രമായി നിലനിന്നിരുന്ന ഒരു സമയത്തെയാണ് ഞാൻ ചിന്തിക്കുന്നത് ആദിയിൽ. അതിനോട് കൂടെ നിൽക്കുന്നവരെല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ആദിയിൽ ഒന്നുമില്ലായിരുന്ന ഒരു വായുവില്ല, ആകാശമില്ല, ഭൂമിയില്ല, ചന്ദ്രങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, ഒന്നുമില്ല. ദൈവം മാത്രം. ദൈവം ഒരു തീരുമാനമെടുക്കുകയാ, ഒരു ആകാശവും ഒരു ഭൂമിയും സൃഷ്ടിക്കാം. അല്ലെ? ഒന്നാമത്തെ വാക്യം എന്താ? ദൈവം, എനിക്ക് തോന്നുന്നു ദൈവം ചിന്തിച്ചപ്പോ തന്നെ അത് സൃഷ്ടിച്ചു നോക്കാം. അതാ ദൈവം. അതുകൊണ്ടല്ലേ പുള്ളി ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോ തന്നെ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടു. അത് എന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നോ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെന്നോ നമ്മളോട് ആരെങ്കിലും വാദിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് വാദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ബൈബിളിൽ ഇത്ര വർഷം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതായിട്ട് പറയുന്നില്ല. ഈ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് ദൈവം ഒന്ന് നോക്കുകയാണ്. എന്തിനെ? ആകാശത്തെയും ഭൂമിയെ ഒന്ന് നോക്കുക. ഓടിച്ചൊന്ന് നോക്കി. രണ്ടാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഞാൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഭൂമി രൂപരഹിതമായും ശൂന്യമായും ഇരുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ and the earth was without form, എന്നുവെച്ചാൽ രൂപമില്ലാതെ. അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് തർജ്ജമയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴയ പുസ്തകത്തിനകത്ത് വന്നിരിക്കുന്നത് പാഴായും ശൂന്യമായും എന്നാണ്. ഭൂമി രൂപരഹിതമായിരിക്കുകയെ യേശു നോക്കിയപ്പോ, അല്ലെങ്കിൽ ദൈവം നോക്കിയപ്പോ ഭൂമി രൂപരഹിതമായും ഒന്നുമില്ലാതെ ഇരിക്കുക. ദൈവത്തിന് സൃഷ്ടിക്കാൻ തോന്നി, സൃഷ്ടിച്ചിട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. പക്ഷെ ദൈവം നോക്കിയപ്പോൾ ഒരു സംഗതി കാണില്ല, മൊത്തം ഇരുളാണ്. ഒന്നും കാണാൻ
പറ്റാത്ത ദൈവത്തിനെ കാണാൻ പറ്റും. അത് നമ്മൾ ചിന്തിക്കണം കേട്ടോ. ദൈവത്തിന്റെ ഇതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് കാണേണ്ടതല്ല. ആകാശം ഭൂമി സൃഷ്ടിച്ചതിനാ ഒന്നാമത്തെ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് വേണ്ടി ആകാശവും ഭൂമി മനുഷ്യരും മൃഗങ്ങൾക്കും. അപ്പൊ ഇത് കാണേണ്ടതല്ല. ഇപ്പൊ ഇരുണ്ടിരുന്ന കാണാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവത്തിനൊരു തോന്നൽ വരികയാണ്. അപ്പൊ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായി ശൂന്യമായിരുന്നു. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. നിങ്ങളിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ? ഈ വെള്ളമെന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടതായിട്ട് പറയുന്നില്ല. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ നിലനിന്നിരുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് വെള്ളമായിരുന്നു. ആഴം. ആഴത്തിൽ മീതെ അല്ലെ, അങ്ങനെ പറയുന്നത്. ഈ ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പൊ ആകാശം നിൽക്കുന്നു, വെള്ളത്താൽ നിറയപ്പെട്ട ഭൂമി നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു വെള്ളമില്ല, ഇരുളാണ്, ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ആ സമയത്ത് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വെള്ളത്തിനകത്ത് പരിവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. അതാ പറഞ്ഞ് നമ്മൾ ദൈവത്തെ കുറിച്ച് പഠിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് മൂന്നിന്റെ സംയോജനമാണ് ദൈവമെന്നും ഇതൊറ്റയ്ക്ക് നിന്നാലും ദൈവമാണെന്ന് നമ്മൾ പഠിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതിന്റെ മൂന്നിന്റെ സംയോജനം ദൈവം. ഇതൊറ്റയ്ക്ക് നിന്നാലും ദൈവം. പരിശുദ്ധാത്മാവ് അന്നുണ്ടായിരുന്നു എന്ന് തെളിയിക്കുവാനായിരിക്കണം വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചു എന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ എഴുതുവാൻ കാരണം. ആദ്യം വായിക്കുമ്പോൾ തന്നെ നീ മനസ്സിലാക്കിക്കോണം, പരിശുദ്ധാത്മാവ് എന്നുണ്ട്, ആദിയിലുണ്ട്. ഇപ്പോൾ പൊട്ടിമുളച്ച് വന്നു. ചിലപ്പോ വാദം അതുണ്ടായിരുന്നു, വന്നായിരുന്നു, പോയായിരുന്നു, ഇപ്പൊ ഇല്ല. അങ്ങനെ വാദിക്കുന്നവരുടെ വാദത്തിനുള്ള മറുപടി നമ്മൾ പഠിക്കും. പക്ഷെ ദൈവവചനത്തിൽ ഈ വെള്ളത്തിനകത്ത് പരിവർത്തിച്ചിരുന്ന ദൈവത്തിന്റെ ആത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു ഈ പരിശുദ്ധ ആത്മാവെന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ദൈവത്തിന്റെ ആത്മാവിനൊരു പവറുണ്ട്, ഒരു കറന്റ് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഡൈനാമിക് പവർ ഉണ്ട്. അതാണ് ദൈവം മാറട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്ന പവർ. അപ്പൊ പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ കടന്നു വരുമ്പോൾ അന്നേരം ആ വാക്യത്തിന്റെ അടുത്ത സെന്റൻസ് പറഞ്ഞേ, നീ ശക്തി ലഭിക്കും. ഒരു എനർജിയിൽ നിന്നാണ് വേറൊരു എനർജി ഉണ്ടാകുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾക്ക് ശക്തി ലഭിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥമായ എനർജിയുമായി നമുക്ക് കണക്ഷൻ ആയിട്ടില്ലെന്നുള്ളതാണ്. ആ വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആ പരിവർത്തനം എന്തിനായിരുന്നു അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. വായിച്ചാൽ ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം എന്ന് പറയുന്നത് സൂര്യനാണ്, അല്ലെ? വലിയ വെളിച്ചം ചെറിയ വെളിച്ചം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ പിന്നെ തന്നെ എന്നെ നോക്കുന്നത്. ഒരു വലിയ വെളിച്ചവും ഒരു ചെറിയ വെളിച്ചവും ഉണ്ടാക്കി എന്ന് വചനത്തിൽ വായിക്കണമെന്ന് പറഞ്ഞു. ഈ ഒന്നാം അധ്യായത്തെ കുറിച്ച് ഞാൻ വായിച്ചു. ഒന്നാം അധ്യായം മാത്രമേ ഞാൻ വായിക്കുള്ളൂ. എന്നുവെച്ചാൽ ഇന്ന് പറയാൻ ഈ ഒന്നാം അധ്യായം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഉൽപ്പത്തിയുടെ സംക്ഷിപ്ത രൂപം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രണ്ടാം അധ്യായത്തിലാണ് ഓരോന്നോരോന്ന് പിറകി പറയുന്നത്. ഒന്നാം അധ്യായത്തിനകത്ത് ഉൽപ്പത്തിയുടെ സംക്ഷിപ്ത രൂപമാണ് പറയുന്നത്. ഹല്ലേലൂയ. എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ, അല്ലേ? ഞാൻ തന്നെ യാത്ര ചെയ്ത് പോകേണ്ടി വരാം. മോനെ ഉറങ്ങി.
വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. അത് വെളിച്ചം വന്നു കഴിഞ്ഞപ്പോ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് നല്ലതാണ്. വെളിച്ചം ഇരുളെന്ത് ചെയ്തു? ആ ഇരുള് മാറാൻ ദൈവം പറഞ്ഞില്ല കേട്ടോ. വെളിച്ചം വന്നപ്പോ ദൈവത്തിന് മനസ്സിലായി ഇത് മനുഷ്യനെ കാണാൻ പറ്റുന്ന സംഗതി. ഏത്? ഇപ്പൊ നേരത്തെ എന്തായിരുന്നു? ആഴത്തിനകത്ത് ഇരുട്ടായിരുന്നു. ഇരുട്ടിനകത്ത് മനുഷ്യന് ജന്തുക്കൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ വെളിച്ചം വരട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചം വന്നു. വെളിച്ചം കണ്ടപ്പോ ദൈവം പറഞ്ഞു നന്നായി. ദൈവം പറഞ്ഞെന്നാ പറയുന്നത്. ആ, നിങ്ങളുടെ ഓട്ടം കണ്ടാ ഞാൻ പറഞ്ഞതായിട്ടാണ്. ഹല്ലേലൂയ. ദൈവം വെളിച്ചം ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിന് തോന്നി പൂർണ്ണ സമയം വെളിച്ചം ഉണ്ടായിട്ടും കാര്യമില്ല. ഇവന് കുറച്ച് റെസ്റ്റൊക്കെ വേണമെങ്കിൽ ഒരു രാത്രി കൂടെ വേണം. പക്ഷെ രാത്രിയിൽ ചെറിയ വെളിച്ചമൊക്കെ ഇവന് വേണം. അതിനുവേണ്ടി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. രാത്രിയിൽ വെളിച്ചം നല്ല. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ ചോദിക്കറിയില്ല. ദൈവമാണ് ഈ പ്രകാശമുള്ള അവസ്ഥയ്ക്ക് എന്ത് പേരിട്ടെ? ഭൂമി ഉണ്ടാക്കി, ആകാശമുണ്ടാക്കി, വെള്ളമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, വെളിച്ചമുണ്ട്, ഇരുളുമുണ്ട്. ഇതൊക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ദൈവം ചെയ്താണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിരുന്നപ്പോ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് സംഭവിച്ചതാണോ ബൈബിളില്ല. ഇല്ലാത്തൊന്നും നമുക്ക് പഠിപ്പിക്കാനും പറ്റത്തില്ല. ബൈബിളിൽ വാക്യമുണ്ട്, ആ ദൈവത്തിന് 1000 ദിവസം ഒരു ദിവസം പോലെ. അങ്ങനെയാണെങ്കിൽ ഇത് സൃഷ്ടിക്കപ്പെട്ടത് എന്താണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്കത് പറയാനില്ല. ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കണം. വെളിച്ചം ദൈവം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ഭൂമി എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിശ്വാസിക്കും. കാണാതെ വിശ്വസിക്കുന്ന അവരെ കാണും. ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്നവരുടെ നടുക്കാണ് ജീവിക്കുന്നത്. എടുത്ത് വായിക്കുന്നത് ചോദിക്കുന്നത്, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ വിശ്വസിക്കുന്നു ദൈവമുണ്ട്. അതാ വിശ്വാസി. വിശ്വാസി എന്ന് പേർ വരുവാൻ കാരണം എന്താന്ന് ചോദിച്ചു. ഏരിയമാന്റെ ഒന്നും സൗണ്ട് ഞാൻ ഗ്രൂപ്പിൽ കണ്ടില്ല. വിശ്വാസി എന്ന് പേര് വരുവാൻ കാരണം ഈ ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമ്മൾ വായിക്കുന്നതെല്ലാം വിശ്വസിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഒന്നാം നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടോ? ഈ ഉൽപ്പത്തി പുസ്തകം കൊണ്ട് പുസ്തകങ്ങൾ 1600 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ഈ പുസ്തകത്തിന്റെ എഴുതിയ ഏതെങ്കിലും എഴുത്തുകാരനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ട് വിശ്വസിക്കുവാണോ കാണാതെ വിശ്വസിക്കുവാണോ? കാണാതെ വിശ്വസിക്കുന്ന കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിനൊരു വിശ്വാസമില്ലാതെ. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. ഇനിയിപ്പോ നിന്റെ മുമ്പിൽ വന്നിട്ട് എടുത്താൽ പറയാം അങ്ങനെയില്ല, ഒക്കെ സഹോദരൻ നിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ തിരിഞ്ഞു ചോദിക്കും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരിക്കുമല്ലേ? എന്നല്ല, അങ്ങനെ ഉണ്ട്. നിന്റെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുവാൻ രണ്ടാമതൊരു വാർത്തയിലും മൂന്നാമത്തെ ഒരാൾക്ക് അനുവാദമില്ല. അത് ലോകത്തിലെ നിയമമാണ്. ഒരുത്തന്റെ വിശ്വാസത്തെ എന്ത് ചെയ്തു? ചോദ്യം ചെയ്തു. അവന്റെ വിശ്വാസത്തിന് അവൻ പോകട്ടെ. അത് എവിടുന്നായിരിക്കും വന്നേ? ഇവിടുന്നായിരിക്കും വന്നത്. നിയമസംഹിതകൾ മിക്കതും രൂപീകരിച്ചിരിക്കുന്നത് ബൈബിൾ അധിഷ്ഠിതമായിട്ടാണ്. പല രാജ്യങ്ങളിലും ബൈബിളാണ് അടിസ്ഥാനം. ഇംഗ്ലീഷുകാർ എഴുതി വെച്ചിരുന്ന നിയമങ്ങളും നിയമസംഹിതകളുമാണ് ഇന്ന് നിയമം. അവരുടെയൊക്കെ ബേസ് ബൈബിളായിരുന്നു. പൊട്ടന്മാരായ നമുക്ക് എന്ത് ചെയ്തില്ല, ഇതൊന്നും അറിയത്തില്ല. ഇന്ത്യ ഉണ്ടാക്കിയ നിയമം വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? അതിനെയൊക്കെ ഫോളോ ചെയ്യും. പലതും നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ചീത്ത ചെയ്താൽ ഇന്ന ശിക്ഷ, നല്ലത് ചെയ്താൽ ഇന്ന ശിക്ഷ എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഈ മനുഷ്യന് വെളിവ് വന്നപ്പോ ഈ വെളിവ് വരാനുള്ള കാരണം ഈ ബൈബിളാണ്. മോശ എഴുതിയത് നമ്മൾ പഠിച്ചു അല്ലേ? ഈ മോശ ഉണ്ടായിരുന്നോ ആദ്യം? ഉണ്ടായിരുന്നോ? ഉണ്ടോ?
മോശ ആദിയിലില്ല. ആദിയിലില്ലാത്ത മോശ എങ്ങനെ ഈ 5 പുസ്തകങ്ങൾ എഴുതി? പരിശുദ്ധാത്മാവ് എഴുതി. ഇപ്പോ നമുക്കറിയാതെ, ഇപ്പോ നമ്മൾ ദൈവങ്ങളല്ലായിരുന്നപ്പോ ആരൊക്കെ എന്തൊക്കെ എഴുതി വെച്ചതൊക്കെ കേട്ട് കൈ കൊട്ടി പാട്ടും പാടി നടക്കുമോ? ഇവരൊന്നും വേറെ പണിയൊന്നും ഇല്ലേ? അങ്ങനല്ലേ എല്ലാവരും ചോദിക്കുന്നത്. എടാ, ആരാണ്ടൊക്കെ എഴുതി വെച്ച പുസ്തക ബൈബിള്? ആരാണ്ടൊക്കെ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്താൽ എഴുതപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും ഉവ്വ് ഉവ്വ് എന്നാണ്. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഹല്ലേലൂയ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പൊ തന്നെ വെളിച്ചമുണ്ടായി. നല്ലതെന്ന് കണ്ടു, വേർപിരിച്ചു. ഇതിനർത്ഥം മനസ്സിലാക്കിയോ നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുള്ള പുസ്തകം? എന്റെ പ്രായത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളൊക്കെ ബൈബിളുമായി കേട്ടോ. നിങ്ങളിത് വായിക്കുമ്പോ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു, നല്ലതെന്ന് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഞാനൊരു ഡ്രം സെറ്റ് ക്രിയേറ്റ് ചെയ്തു, ഉണ്ടാക്കി. അതിനെ തോലൊക്കെ വെച്ചു, അതിന്റെ സിമ്പിളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലതെന്ന് കണ്ടു. ദൈവം പറയാ, നിങ്ങൾ കൊള്ളാം. ഇത് കൊട്ടാൻ അറിയാവുന്ന ഒരുത്തൻ കയറി ഇരുന്ന് കൊട്ടി കഴിയുമ്പോ അറിയാൻ നല്ലതാണോ? ഞാൻ നല്ലതെന്ന് കണ്ടതുകൊണ്ട് നല്ലതാണോ? ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കണ്ടേ? ദൈവം ആ പ്ലാനറ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിച്ചതാണ് ഇപ്പൊ വായിച്ചത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം ഉണ്ടാക്കി, പകലുണ്ടാക്കി, രാത്രി ഉണ്ടാക്കി, വെള്ളമുണ്ടാക്കി, വെളിച്ചമുണ്ടാക്കി, ഇരുളുണ്ടാക്കി, ആകാശമുണ്ടാക്കി, ഭൂമി ഉണ്ടാക്കി. പുള്ളി ഒന്ന് വെയിറ്റ് ചെയ്തു ഫംഗ്ഷൻ ചെയ്യാൻ. പുള്ളി 24 മണിക്കൂർ കറങ്ങി വന്നു. അതാ പറഞ്ഞ വായിച്ച വാക്യം. സന്ധ്യയായി, വെളിച്ചമായിരുന്നു, പ്രകാശമായിരുന്നു, സൂര്യൻ ഉദിച്ചു നിൽക്കുകയായിരുന്നു. സന്ധ്യയായി, വീണ്ടും ഉഷസ്സായി. 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചത് നല്ലതെന്ന് കണ്ടിട്ട് പുള്ളി അതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കി, ആക്ടിവേറ്റ് ചെയ്ത് നോക്കി, ട്രയൽ ചെയ്ത് നോക്കി, സീൽ വെച്ചു. 1-ാം ദിവസം. എത്ര പേര് വിശ്വസിക്കുന്നു? ബൈബിളിൽ എഴുതിയിരിക്കുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1-ാം ദിവസം എത്ര ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് മനുഷ്യന്റെ ചിന്തിക്കാൻ പറ്റൂ? വെറുതെ അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും എല്ലാം പറഞ്ഞ് വാക്കുവാദങ്ങളും തർക്കങ്ങളും മാറാപോട വേറെ സ്റ്റൈലായി ഈ പുസ്തകത്തിൽ വരുന്നത് ആരോടാ? നമുക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കണം. നമ്മൾ ജയിക്കാൻ വേണ്ടി ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത്. ഇപ്പൊ നമുക്കൊരു ഒരാള് നമ്മൾ വാദിക്കാൻ വരുമ്പോ നമ്മൾ ഈ വചനത്തിൽ അന്നിലുണ്ടായിരിക്കും, കാരണം എനിക്കൂടെ ജയിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തത്? ഇതിനോടൊന്നും കൂട്ടരുത്. അവിടെയാണ് ഇത് കൂട്ടരുത് എന്ന് പറയുന്നതിന്റെ കാര്യം. അല്ലാതെ നീ എഴുതുന്ന ഒരു അക്ഷരം തെറ്റിപ്പോകുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. ഇല്ലാത്തതൊന്ന് വചനത്തിൽ ഉണ്ടെന്ന് നീ പറയുന്നതിനെയാണ് കൂട്ടുക. ഉള്ളതിനെ നീ വായിക്കാതെ അത് ഇല്ലെന്ന് പറയുന്നതിനാണ് കുറയ്ക്കുക. അതിനോട് എല്ലാവരും എതിരിയുന്നുണ്ടോ? ആകാശമുണ്ടായി, ഭൂമിയുണ്ടായി, വെളിച്ചമുണ്ടായി, ഇരുളുണ്ടായി, ഉഷസ്സുണ്ടായി, വെള്ളമുണ്ടായി, എല്ലാം ഉണ്ടായി. ഈ ഒരു കറക്കം, വെള്ളത്തിനകത്ത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആകാശവും ഭൂമിയും തമ്മിൽ പിരിഞ്ഞിട്ടില്ല. കാരണം ഇത് വെള്ളത്തിനകത്ത് കിടക്കുക. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ദൈവം കണ്ടപ്പോ, ആ ഒരു പ്രകൃതിയുടെ പ്രവൃത്തി കണ്ടപ്പോ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, എന്ത് ശക്തിയായിരിക്കും ഇതിനെ പ്രവർത്തിപ്പിച്ചത്? ഒരു ദിവസം വൈകുന്നേരം ആവുന്നു, രാത്രിയാവുന്നു, രാവിലെ ആവുന്നു, അതിനൊരു ശക്തി വേണ്ടേ? ആ ശക്തി ഏതാ? അതാണ് വെള്ളത്തിൽ മീതെ പരിവർത്തിച്ച. ഞാൻ ചിന്തിക്കുന്ന ചിന്ത, വെള്ളത്തിനകത്തുണ്ടായിരുന്ന പരിശുദ്ധി ആത്മാവാണ് അതിന് ട്രാൻസ്ഫോർമേഷൻ കൊടുത്തത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് നമ്മിൽ പിരിഞ്ഞിട്ടില്ല. ഇത് മാറി നിൽക്കുവല്ല, ഒരുമിച്ച് നിൽക്കുക.
ഒന്നാം ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞു. വായിച്ചാൽ ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ. ദൈവം പിന്നെ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോ ആകാശവും വെള്ളം ബോർഡിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ബോർഡ് മേടിക്കണം. ബോർഡ് എന്തായാലും നമുക്ക് മേടിക്കണം. ആകാശം, വെള്ളം, ഭൂമി ഇതിങ്ങനെ ഒറ്റ സർക്കിളായിട്ടിരിക്കുക. ദൈവം നോക്കിയപ്പോ ആകാശത്തിനും വെള്ളത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് വേണം. അപ്പൊ പകുതി വെള്ളം മേളോട്ടും പകുതി വെള്ളം താഴോട്ടും. മനസ്സിലായോ? മനസ്സിലായോ? ഇത് വട്ടം. ദൈവത്തിന്റെ സൃഷ്ടിപ്പ്. മേലിൽ ആകാശം നിൽക്കുന്നു, അതിനിടയ്ക്ക് വെള്ളമുണ്ട്. ഈ വെള്ളത്തിന് ആ വാക്യം വായിച്ചേ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാക്കി. അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ മനുഷ്യന്റെ ബുദ്ധിയില് ആകാശത്തന്നെ വെള്ളം ചെല്ലുന്നത്. എടാ, നിന്റെ ബുദ്ധി കൊണ്ട് ഗണിച്ചു കുടിച്ച് ഹരിച്ചു എടുക്കാൻ പറ്റുന്ന സംഗതി അല്ല ബൈബിള്. ഇവിടെ നിന്ന് വെയില് വന്ന് വെള്ളം തിളച്ച് നീരാകി എന്ത് പാട് വരുന്നു അല്ലേ? ഒരുപക്ഷെ അവന്റെ പഠനത്തിനകത്ത് അത്ര വെളിപ്പെട്ടുള്ളതായിരിക്കും. ഞാൻ അങ്ങനെ ചോദിക്കും, അതവനെ എഴുതി വെച്ച് നമ്മളെ പഠിപ്പിക്കും. എന്നാലും ദൈവത്തിലായ ഞാനും നീ വിശ്വസിക്കണമെന്നറിയോ? ദൈവം വിധാനത്തെ തിരിച്ചപ്പോ വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. ദൈവം വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവമില്ല, പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ വട്ടത്തിലിരുന്ന ഭൂമിയും ആകാശവും വെള്ളവും കൂടെ ഗ്യാപ്പ് കൊടുത്ത് ആ ഗ്യാപ്പിൽ ഒരു പേരിട്ടു. ആകാശം, സ്കൈ അല്ലെങ്കിൽ ഹെവൻ. അപ്പൊ ഈ ആകാശം നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന ആകാശത്തിന് മേളിൽ എന്തൊക്കെയോ എന്റെ കൂടെ വരുന്നവർക്ക് മനസ്സിലാവും. നീ ഈ ആകാശത്തേക്ക് നോക്കുമ്പോ കാണുന്ന ആകാശമല്ലെന്ന് യഥാർത്ഥ ആകാശം കേട്ടൊരു സംഗതിയുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് അറിയാമോ? എട്ടാം വാക്യം. And God called the firmament heaven. സ്വർഗം എവിടെ? ചിലർ പറയും സ്വർഗമുണ്ടോ? വിശ്വാസം എന്നാ പറയും സ്വർഗമുണ്ടേ. നീ ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. സ്വർഗമുണ്ടോ? ആകാശമേഘങ്ങളിൽ ആകാശത്തിലെ ദുഷ്ടാത്മ സേനകളുണ്ട്. ഇതൊക്കെ സ്വർഗത്തിൽ ഇരിക്കുന്ന കാര്യമാണോ പറയുന്നത്? അതെ, എഴുതി വെച്ച പുള്ളിയോട് വിളിച്ചു ചോദിക്കണം. ദൈവം ഒരു വിധാനം സൃഷ്ടിച്ചു. ആ വിധാനത്തിന്റെ പേരാണ് സ്കൈ, ആകാശം, ഹെവൻ. അതിന് മുകളിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. പക്ഷെ വചനം പറയുന്നു ആദ്യമേ ഞാൻ ആകാശം സൃഷ്ടിച്ചു. ഞാൻ പറയുന്നില്ലേ ഉണ്ടെന്നേ? ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഈ ആകാശത്തിന്റെ ഇടയ്ക്കാണ് വിധാനം കൊണ്ടിട്ട്. ഈ വിധാനത്തെയാണ് നാം കാണുന്നത്. ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ കുറച്ച് 40,000 അടിയിൽ പൊങ്ങി കഴിയുമ്പോൾ നമ്മൾ മേഘങ്ങളുടെ മുകളിൽ കയറും. അപ്പൊ നമ്മുടെ താഴെ മേഘം. അതിന് മുകളിൽ നോക്കിയാലും ആകാശം കാണാം ഇല്ലേ? അത് ഈ ആകാശത്തിന്റെ ഏറ്റവും മുകളിൽ കൂടെ നോക്കുന്നത്. ഇനി അതിന്റെ മേലെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഉയർത്തി പോകുന്ന റോക്കറ്റ് പോലും ചലിക്കാൻ അതിന് വിധാനത്തിന് ഗ്യാപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പറഞ്ഞ് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. ആകാശം മേഘങ്ങളിൽ ആരെടുക്കപ്പെട്ടു?
യേശു ക്രിസ്തു ഉയർത്തു, മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ഈ മേഘങ്ങൾക്ക് അപ്പുറത്ത് ആരും കാണാൻ പറ്റത്തില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. മലയിൽ നിന്ന് ഉയർന്നു പോയി മേഘങ്ങൾക്കിടയിലേക്ക് അവൻ. സ്വർഗം എവിടെയാണ്? പാതാളം എവിടെയാണ്? അന്ന് പറയാൻ മടി താഴെ ഉണ്ടോന്ന് സംശയം അല്ലേ? ആകാശമുണ്ടെങ്കിൽ, സ്വർഗമുണ്ടെങ്കിൽ പാതാളമുണ്ട്. നിന്റെ പേര് ക്രിസ്ത്യാനി, പക്ഷെ ഒരു വിശ്വാസവും ഇല്ല. ദൈവം പകലിന്, ദൈവ വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യ വിശ്വസം 1-ാം ദിവസം. എത്ര വാക്യം പോയി? ആ രണ്ടാമത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു. ഇപ്പൊ പകുതിയുള്ള എവിടെ നിൽക്കുന്നേ? പകുതി എവിടെയാ? എനിക്ക് ആ വിധാനത്തിന് മുകളിൽ പകുതി വെള്ളമുണ്ട്. ഇത്രയും നാൾ മഴ പെയ്തോ തീർന്നില്ലേ? ഇത്രയും നാൾ വെയിൽ കൊണ്ടിട്ട് സമുദ്രത്തിന് വെള്ളം വയ്ക്കുന്നത്. അപ്പൊ ഈ തരംതിരിച്ച് രണ്ടായിട്ട് തരംതിരിച്ചേ വെള്ളത്തെ, കുറച്ച് താഴോട്ടും കുറച്ച് മുകളിലോട്ടും. അപ്പൊ പിന്നെ വെള്ളം മേളിൽ തീരുന്നതിനെ പറ്റി നമ്മൾ വ്യാകുലപ്പെടണ്ട. താഴത്തെ തീർന്നിട്ട് മുകളിലെ കാര്യം ചിന്തിച്ച പോലെ. 3-ൽ 1 കര അല്ലേ? ഭൂമി 3-ൽ 1 കര, 3-ൽ 2 സമുദ്രമാണ്. ഇത്രയും വെള്ളം അവിടെ കിടക്കാറ്, ഭൂമി കിടക്കാറ്. ഇത് വെച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ അറിയേണ്ടത് അതിന്റെ മുകളിലുള്ള വെള്ളം തീർന്നു എന്നുള്ളതാണ്. വിധാനത്തിന് മുകളിൽ ദൈവം വെച്ചല്ലോ. ഇത്രയും മഴയൊക്കെ പെയ്ത് 2004 വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടു ആ വെള്ളം തീർന്നില്ല. അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. അത് വേറൊരു പരിപാടി കേട്ട് വെച്ചിട്ടുണ്ട്. 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തപ്പോഴും ഈ വെള്ളം എവിടെ നിന്നാണ് ആരും കണ്ടിട്ടില്ലായിരുന്നു. ഒരു ശാസ്ത്രവും പഠിപ്പിച്ചിട്ടില്ല. ഭൂമിയിൽ നിന്ന് വെയിൽ കൊണ്ട് ഇത് മുങ്ങിപ്പോകുന്നു. ഭൂമിയെ വെള്ളത്തിനകത്ത് ആക്കി കളഞ്ഞ് ഒറ്റ ജീവികൾ ജീവിച്ചില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വെള്ളം ഇവിടുന്ന് വന്നേ. അപ്പൊ ദൈവത്തിന് ചില സ്റ്റോറേജുകളൊക്കെ ഉണ്ട്. ദൈവം സൃഷ്ടിക്കുമ്പോ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. വേഗത്തിൽ വായിച്ചത്. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. ആകാശം ഈ ഗ്യാപ്പ് ഉണ്ടാക്കിയോ? ഇതിന് താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. അപ്പൊ ഒന്നാമത്തെ വാക്യം വായിച്ചു. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇപ്പൊ വായിച്ച വാക്യം വായിച്ചേ. വെള്ളം സൈഡിലോട്ട് കൂടിയപ്പോ ഒരു ഭാഗത്തേക്ക് വെള്ളം കൂടിയപ്പോ കരയിൽ ദൈവത്തിന് പേരിട്ടു ഭൂമി. ഇതെന്ന് പറഞ്ഞോ അല്ലേ? ഉണങ്ങിയ നിലത്തിന് പേരിട്ടു ഭൂമി. മറ്റത് രൂപരഹിതമായിരുന്നു ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ ഒരു രൂപമുണ്ട്. 3-ൽ 2 ഭാഗത്തേക്ക് വെള്ളവും മാറി, ഒരു ഭാഗത്തേക്ക് കരയും വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ച് വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി വിശ്വസമായി 3-ാം ദിവസം. ഈ ഭൂമിയിൽ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും? ഞാൻ ചിന്തിച്ച ചിന്തയാണ്. മനുഷ്യർ ഈ പണി ചെയ്ത് ഭൂമിയിലേക്ക് പോകുന്നുള്ള കാര്യം ആർക്കറിയാം? പുള്ളി ആദ്യം ചെയ്തത് പുല്ലും വൃക്ഷങ്ങളും എല്ലാം സൃഷ്ടിച്ചു. മനുഷ്യന് വേണ്ട ഫലങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടാണ്. അപ്പൊ ദൈവത്തിന് അറിയത്തില്ലായിരുന്നു ചോദിക്കുന്നവരോടുള്ള ഉത്തരവാണ് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം ആദ്യം ഇതൊക്കെ ചെയ്തു വെച്ചത്. ദൈവം അത് നല്ലതെന്ന് കണ്ടു. മനുഷ്യന് വേണ്ടിയതായിട്ടുള്ള സകലതും സൃഷ്ടിച്ചു ഭൂമിയിലും.
സന്ധ്യയെ ഉഷസ്സായി മൂന്നാം ദിവസം. ഒന്നാം ദിവസം നമ്മൾ പഠിച്ചു. എന്താ ഒന്നാം ദിവസം ഉണ്ടായത്? രണ്ടാം ദിവസം ഉണ്ടായത് വിധാനം സൃഷ്ടിക്കപ്പെട്ടു. ആ മൂന്നാം ദിവസം നമ്മളെല്ലാം തലതിരിച്ച പഠിച്ചിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ശ്രദ്ധിക്കണം, ഉറക്കത്തിൽ കേൾക്കണം. നമ്മള് ഈ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യണം, അല്ല പിന്നെ ഇത് വെച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ? ദൈവം പറയാണ് എന്റെ തിരുവഴുത്തുകൾ അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. അച്ഛനെ അന്നങ്ങ പറഞ്ഞു തന്നപ്പോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇത് വാങ്ങിച്ചപ്പോ എനിക്ക് ഉള്ള വിശ്വാസം കൂടെ പോയെന്ന് പറഞ്ഞ് എന്നെ വിളിക്കണം. അല്ലേ? ഇത് കേട്ടിട്ട് വീട്ടിൽ പോയി ഇത് മടക്കി വെക്കരുത്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതെടുത്ത് റിവൈസ് ചെയ്ത് വായിച്ചു നോക്കണം. അപ്പോഴാണ് മനസ്സിലാകത്തുള്ളൂ ദൈവത്തിന്റെ വചനക്കും. അനി പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു നമ്മുടെ ഹൃദയങ്ങളിൽ കൈകൾ കൊണ്ടല്ല, ദൈവം തന്നെ എഴുതണം. അപ്പൊ അതെങ്ങനെ എഴുതപ്പെടുന്നത്? വീണ്ടും വായിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. 14-ാം വാക്യം വായിച്ചത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, ആദ്യം പ്രകാശം ഉണ്ടാക്കി സൂര്യനെ ഉണ്ടാക്കി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെളിച്ചം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ സൂര്യൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 4-ാം ദിവസത്തെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോ അവിടെ പറയുന്ന ഒരു സംഗതിയുണ്ട്. പകലും രാവും വേർതിരിയുവാൻ ആകാശവിധാനങ്ങളിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. എന്തായിരിക്കണം ആ വെളിച്ചങ്ങൾ? നക്ഷത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ താഴെ നോക്കുമ്പോൾ കാണുന്ന ആകാശമാണ് ഈ പറയപ്പെടുന്നത്. അതിന് മുകളിൽ ഒരു സ്വർഗമുണ്ട് അല്ലേ? നിങ്ങൾക്ക് വെളിച്ചം തരുവാനാണ് ദൈവം എന്ത് ചെയ്തേ? ആകാശത്തെ നക്ഷത്രങ്ങളെയും സൂര്യനെയും സൃഷ്ടിച്ചു വെച്ചത്. ആ സൃഷ്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ ആകാശമാണ്. ഇതിന് മുകളിൽ ഒരു സംഗതി ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ പൊതുവെ പറയാറുണ്ട് കാലങ്ങളും സമയങ്ങളും കഴിച്ചു നോക്കരുത്, അവരുടെ അടുത്ത് പോകരുത് അല്ലേ? കബഡി ഇലയിലെന്തോ പരിപാടി മഷിയെ കിട്ടി നോക്കും, ചിലര് നക്ഷത്രങ്ങളെ നോക്കും. പണ്ട് കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ സമയം കണ്ടിരുന്നത് എങ്ങനെയാണ്? ആ മുകളിലേക്ക് നോക്കുന്നത്. അവൻ ഉറപ്പുണ്ട്, കാരണം ഇത് സൃഷ്ടിച്ച ദൈവം സമയം തരത്തില്ല. കാരണം സ്കൂളിൽ പോയൊന്നും പഠിത്തമില്ല. പക്ഷെ ഈ പണിയെ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പച്ചന്മാരിങ്ങനെ കൈ വെച്ചിട്ട് മേളിലേക്ക് നോക്കും, സൂര്യൻ എവിടെയായിരിക്കും? ആ 11 മണിയായി. അത് നേരെ ഉച്ചി വന്നു കഴിഞ്ഞാൽ 12 ആയി. ഇതിനി തൂമ്പാകത്ത് കിളച്ചിങ്ങനെ നോക്കുമ്പോൾ താന്നു പോവാണെങ്കിൽ എടാ സമയമായി, നിർത്താനുള്ള സമയം. അല്ലാതെ ക്ലോക്ക് ഒന്നും. ദൈവം പറയുകയാണ് ഇത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനു വേണ്ടി ഇന്ന് ഭൂമിയിൽ ഒരു പഠന സംവിധാനമുണ്ട്, ആസ്ട്രോളജി അല്ലേ? അസ്ട്രോളജിയാണോ അസ്ട്രോണമിയാണോ? അസ്ട്രോണമിയാണ്. ഓക്കെ. നക്ഷത്രങ്ങളെ കുറിച്ച് ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരിൽ ഇന്ന് പഠിച്ചിട്ട് പറയും ഇത്ര മണിക്ക് സൂര്യനെ മറയ്ക്കുന്ന ഒരു ഗ്രഹം വരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ എങ്ങനെ ഇത് മനസ്സിലായത്? പക്ഷെ ഇതിന്റെ പുറകിൽ നക്ഷത്രങ്ങളുടെ വലിപ്പവും നക്ഷത്രങ്ങളുടെ തിളക്കവും നക്ഷത്രങ്ങൾ ഓടുന്നതും ഇതിനൊക്കെ ഒരു അർത്ഥം മനുഷ്യന് ദൈവം കൊടുത്തിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ 2023 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിക്കുന്നെന്ന് ഇടയന്മാരെങ്ങനെ കണ്ട് മനസ്സിലാക്കി? അവരതുവരെ കാണാത്ത ഒരു നക്ഷത്രം അവിടെ കണ്ടു. അപ്പൊ അങ്ങനെ ഒരു നക്ഷത്രം കണ്ടാൽ രാജപുത്രൻ ജനിച്ചുവെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ആ നക്ഷത്രം കണ്ടാൽ അതിനർത്ഥം ഒരു രാജകുടുംബത്തിൽ
ഒരു രാജാവിന്റെ പുത്രൻ ഉണ്ടായിരിക്കുന്നു എന്നിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവർ ഓടി എവിടെ പോയെന്നാ പറഞ്ഞേ? ഇവര് പോയി തപ്പിയോ? അപ്പൊ നക്ഷത്രങ്ങളെ എന്തിനുണ്ടാക്കിയത് ദൈവം തന്നെ പറയുമ്പോ ഇപ്പൊ നമ്മൾ ചിന്തിക്കും അങ്ങനെയാണ് നക്ഷത്രങ്ങൾ, നക്ഷത്ര ഫലം, ദിവസങ്ങൾ, നക്ഷത്രങ്ങൾ, ഫലം, ആണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കാറ്, മനുഷ്യൻ നോക്കാറുണ്ട്. പക്ഷെ നമ്മൾ വിശ്വാസികൾ ആരും ചെയ്യില്ല, അത് നോക്കാറില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ തീവ്രതയും നമ്മളതൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ പകരമൊക്കെ വായിക്കുന്നൊന്നും വായിച്ചേ. ദൈവം ഉണ്ടാക്കിയിട്ട് പറയാണ്, ഇത് നീ തിരിച്ചറിവിന് വേണ്ടി ഉപകരണ, നിനക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. സൂര്യനെ കണ്ടത് സ്കൂളിൽ പോയിട്ടാണ്, വീട്ടിൽ വെച്ചാണ്. ചന്ദ്രനെ കണ്ടത് അമ്മമാരെ ചോറ് തന്നപ്പോഴല്ലേ കണ്ടേ? അല്ലേ? കാക്കയെ കണ്ടത് സ്കൂളിൽ പോയപ്പോഴാണോ ചോറുള്ളപ്പോഴാണോ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ അമ്മമാര് ചോറ് തരാൻ വേണ്ടിയാണ് സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെയൊക്കെ. അതാണ് മൂൺ, അതാണ് സൂര്യൻ, അമ്പിളിമാമൻ എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം അറിയോ? പിതാക്കന്മാരായി കൈമാറ്റം ചെയ്തു വന്നതിന്റെ അവശിഷ്ടമായിരുന്നു നമ്മളെ കണ്ടത്. ഇതിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഏതിന്? നക്ഷത്രങ്ങളുടെ വരവും പോകും, നക്ഷത്രങ്ങളുടെ ഗതിയിൽ നോക്കി കാലഘട്ടം നിർണയിച്ചിരുന്ന, ആകാശത്തെ നോക്കി വാന നിരീക്ഷണം നടത്തിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത് പുരോഗമിച്ച് വന്നപ്പോൾ ഇതൊരു നാമാവശേഷമായി സൂര്യനെ ചന്ദ്രനെ മാത്രം നമ്മൾ പിടിക്കത്തുള്ളൂ. പിള്ളേർക്ക് ഇത് മാത്രമേ കൂടി വന്ന നക്ഷത്രങ്ങളോട് പറഞ്ഞു കൊടുക്കും. അല്ലാതെ നക്ഷത്രങ്ങളുടെ പേര് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, മരിച്ചുപോയ അപ്പൂപ്പൻ ആ മേളിൽ നിൽക്കുന്ന ആ നക്ഷത്രം, കൊച്ചു നോക്കുന്നത് ഇങ്ങോട്ടാ, അമ്മ നോക്കുന്നത് അങ്ങോട്ടാ. അങ്ങനെയൊന്നും അല്ല നക്ഷത്രം. അതിനൊന്നുമല്ല ദൈവം നക്ഷത്രം ഉണ്ടാക്കിയത്. ദൈവം നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അടയാളങ്ങളായി ഉതകട്ടെ, ഫസ്റ്റ് ഇന്റൻഷൻ നമ്മളിത് പറഞ്ഞു. ദൈവത്തിന്റെ ഒന്നാമത്തെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം വെളിച്ചം കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇനിയാണ് കാലം സമയം. ആകാശവിധാനത്ത് ഇത് വെളിച്ചം കൊടുക്കുവാൻ ഉതകട്ടെ, അങ്ങനെ സംഭവിച്ചു. വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചമായി രണ്ടു വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ആ രണ്ട് വെളിച്ചം എന്താണെന്നറിയോ? സൂര്യനും ചന്ദ്രനും. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. എവിടെ നിർത്തി? ആകാശവിധാനത്തിൽ. ആരെയും പിടിച്ചോണ്ട് നിൽക്കുമെന്നാണോ പറഞ്ഞേ? അതുകൊണ്ടപ്പം ഇതൊക്കെ വീണ് പോകാൻ സാധ്യത അന്ത്യകാലത്ത്. ഇങ്ങനെ നിൽക്കുവോ? ദൈവത്തിന്റെ പ്രഭുവും താഴോട്ട് വിടാതെ നിൽക്കുക, ഗ്രഹങ്ങൾ ഒന്നും തൊടാതെ നിൽക്കുകയായി. നമ്മുടെ ഗ്രഹത്തിന് വേറൊരു ഗ്രഹം വന്നിട്ട് ചത്തതും നമ്മുടെ കത്തിക്കലൊക്കെ. ഈ ബാങ്കിൽ സമ്പാദിച്ചു വെച്ചതും മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതും വണ്ടിയുടെ ലോൺ അടയ്ക്കുന്നതും എല്ലാം നഷ്ടപ്പെടും. ഇത് രാത്രി നാം മനസ്സിലാക്കണം, ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുതലാണ്. ആർക്ക് വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി. ദൈവത്തിനറിയാം ഈവൻ ഞാൻ ഇരുന്നത് ഇരിക്കത്തില്ല, ഇവന് പാർക്കുവാൻ തക്കതായ ഒരു പട്ടണം ഉണ്ടാക്കണം ദൈവം വിചാരിച്ചുണ്ടാക്കിയതാണ് ഭൂമി. അങ്ങനെ ചിന്തിച്ചേ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒന്നാം അധ്യായത്തിനകത്ത് ഉൽപ്പത്തിയുടെ സൃഷ്ടിപ്പിന്റെ പൂർണ്ണരൂപം പറയുന്നുണ്ടെന്ന് ഞാൻ പറയാൻ കാരണമാണ്. ആ 4 ദിവസങ്ങളുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞു. ഈ 4 ദിവസങ്ങളുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോ ദൈവം നോക്കിയപ്പോ സൃഷ്ടിച്ചതൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആകാശവിധാനത്തിൽ നക്ഷത്രങ്ങൾ അവിടെ നിൽപ്പുണ്ട്, സൂര്യനും ചന്ദ്രനും അവിടെ നിൽപ്പുണ്ട്, ഭൂമി അതിന്റെ പ്രവൃത്തി ചെയ്യുന്നു, രാവും പകലും മാറുന്നുണ്ട്, ഇതിങ്ങനെ റൊട്ടേഷൻ നടക്കുന്നു. പക്ഷേ ജീവനുള്ള ജന്തുക്കളെ ഒന്നും അവിടെ കണ്ടില്ല, ഭൂമിയിൽ കണ്ടില്ല. 4 ദിവസത്തെ പ്രവൃത്തി കഴിഞ്ഞ് വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി
അപ്പൊ ദൈവത്തിന്റെ കണ്ണ് എവിടെ ചെന്നു? വെള്ളത്തിൽ ചെന്നു. ആദ്യം ജലത്തിനകത്ത് ഉണ്ടാകേണ്ടതായ സകല ജന്തുക്കളും ഉണ്ടാകട്ടെ, കൂട്ടമായി ജനിക്കട്ടെ. അപ്പൊ ആകാശവിധാനം എന്തുണ്ടാക്കി നേരത്തെ പറഞ്ഞു? പറക്കുവാൻ തക്കതായി ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുവാൻ, പർവ്വജാതികൾക്ക് പറന്നു നടക്കുവാൻ ആകാശവിധാനത്ത് ഒരു സൃഷ്ടിപ്പ് നടന്നു. വെള്ളത്തിലും ആകാശത്തും. വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതതുതരം ജീവജന്തുക്കളെയും അതതുതരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറങ്ങി. ഇതൊക്കെയാണ് എന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത്. 10 ദിവസം കൊണ്ടല്ല, ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവാം എന്ന് ചിന്തിക്കാനുള്ള കാരണമാണ് ദൈവം സമുദ്രത്തിൽ ജലജന്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. കൂട്ടത്തോടെ ഉണ്ടാകട്ടെ എന്നാണ് അല്ലെ? കൂട്ടത്തോടെ ഉണ്ടായി. ഇത് ആണും പെണ്ണും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പൊ വായിച്ച വാക്യത്തിൽ പറയുകയാണ്, വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതതുതരം ജീവജന്തുക്കളെയും അതതുതരം പർവ്വജാതികളെയും സൃഷ്ടിച്ചു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി. അപ്പൊ ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആണിനെ പെണ്ണിനെ തന്നെ അറിയണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇനി വർദ്ധിച്ചത് പെരുക. അങ്ങനെയാണെങ്കിൽ 10 ദിവസം നടക്കുന്നതാണോ? ഒരു ഗപ്പി കുഞ്ഞിനെ പിടിച്ച് നമ്മുടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് പിടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങളാണ്. അതിനൊരു പ്രോസസിങ് ടൈമുണ്ട്. അതൊക്കെയാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഒരു ദിവസം 4-ാം ദിവസം എന്ന് പറയുമ്പോൾ 1, 2, 3, 4 അല്ല. അതിനകത്ത് ദൈവത്തിന്റെ ഒരു ദിവസം ദൈവത്തിന് മാത്രം അറിയിച്ചുള്ളൂ. ആ 4ാമത്തെ പ്രവൃത്തിയുടെ പൂർത്തീകരണം കഴിഞ്ഞപ്പോൾ ദൈവം അടുത്ത പ്രവൃത്തിക്ക് വേണ്ടി ഈ ഉണ്ടാക്കിയ സകലത്തിനെ വിട്ടുകൊടുത്തു. ആ അനുകൂലമായ സാഹചര്യങ്ങളെ വിട്ടുകൊടുത്തു. സമുദ്രത്തിലേക്ക് ജലജന്തുക്കൾ ഉണ്ടായപ്പോൾ അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായ, അവർക്ക് വർദ്ധിച്ചു വരുവാൻ ആവശ്യമായ സമുദ്രം ഉണ്ടാക്കിയിട്ടാണ് അതുണ്ടാക്കിയത്. ആകാശത്ത് പറന്നു നടക്കുവാൻ വെള്ളമില്ലാതെ ആകാശവിധാനം ഉണ്ടാക്കിയിട്ടാണ് പറവകളെ സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണെന്ന് നാം വിശ്വസിക്കണം. അല്ലായിരുന്നെങ്കിൽ ഏതോ തോട്ടത്തിൽ നിന്ന് പുറത്താകുമ്പോൾ തന്നെ നമ്മൾ മരിച്ചുപോയത്. കാരണം നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു പ്ലാനറ്റ് ദൈവം സൃഷ്ടിച്ച ഒരു ഗ്രഹത്തിലും ഇല്ല. ചന്ദ്രനിൽ ഇങ്ങനെ ഉടുക്കുമ്പോൾ അതിലോട്ട് പോകാൻ പറ്റുമോ? അവിടെ ഫിറ്റിങ്ങിനകത്ത് തന്നെ കയറണമെങ്കിൽ തന്നെ നല്ലൊരു ട്രെയിനിങ് കഴിയണം. വായുവില്ല. അപ്പൊ വായു ഉള്ളിടത്ത്, ശ്വസിക്കാൻ കഴിയുന്ന ഒരിടത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കണം. എന്തിനാണ്? അത് ഇപ്പോഴായിരുന്നു കണ്ടുപിടിച്ചത്. പക്ഷെ ദൈവം അതിനു മുമ്പേ പുല്ല് മുളപ്പിച്ചു, വൃക്ഷങ്ങൾ മുളപ്പിച്ചു, പല വൃക്ഷങ്ങൾ മുളപ്പിച്ചു. അതിനുശേഷം അവന് ശ്വസിക്കുവാനുള്ള ശ്വാസം വരെ അവിടെ ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ വിശ്വസിക്കണം. ഉണ്ടാക്കിയതിന് ശേഷമാണ് ദൈവത്തിന്റെ നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിൽ. അപ്പൊ ഭൂമിയിൽ സൃഷ്ടിച്ച പർവ്വജാതിയെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചുള്ളൂ. അതൊന്ന് വെളിയിച്ചു. 5 ദിവസത്തെ പ്രവൃത്തികൾ ഒരു മനുഷ്യന് ജീവിക്കുവാനുള്ള സാഹചര്യത്തെ ഉണ്ടാക്കുകയായിരുന്നു. എത്ര പേര് മനസ്സിലാക്കുന്നു? ആ വെള്ളത്തിനകത്ത് ഭൂമി മൂടപ്പെട്ട് കിടന്നിരുന്നെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റുമോ? ആദ്യം അതിനെ മാറ്റി. അത് രണ്ടായി. ഉണങ്ങിയ സ്ഥലത്തിന് എന്ത് പേരിട്ടു? ദൈവം പറയുന്നത് ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് കുഴച്ച് ഞാൻ ആരെ ഉണ്ടാക്കി. ദൈവത്തിന്റെ ക്രിയേഷൻസ് ഒന്നും തെറ്റത്തില്ല. ദൈവം ഒരു സൃഷ്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യണം, ആദ്യം ചെയ്യും. അല്ല അവസാനം ആദ്യം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഈ പണിക്ക് പോയാൽ പറ്റൂല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞാണ്. അപ്പൊ നമ്മളൊരു യാത്ര പോകാൻ പുറപ്പെടണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെന്നിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും കഴിയും. ടിക്കറ്റ് ആയിട്ടില്ല, വിസ ആയിട്ടില്ല, ജോലി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അവിടെ പോയി തണുപ്പത്തിടാൻ, അവിടെ യാത്ര ചെയ്യുമ്പോൾ പുറത്തിടാൻ
എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? ദൈവ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ക്രമം 1 2 3 4 ഇങ്ങനെയാണ്. മനുഷ്യനെന്തിനെ തലതിരിഞ്ഞ് ചിന്തിക്കുന്നത്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചിന്താശേഷി നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിലെ ശക്തികൾ ആണ്. മനസ്സിലായി? നമ്മൾ തലതിരിഞ്ഞ് ചിന്തിക്കുന്നതിന്റെ കാര്യം ഈ ലോകത്തിലെ ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഞായറാഴ്ച ദിവസം വിശുദ്ധ ദിവസമായതുകൊണ്ട് നമ്മൾ വരുമ്പോൾ പറയും ഞങ്ങൾ മരിച്ചാലവിടെ പോകും. നാളെ രാവിലെ അലക്കുന്ന സമയത്ത് നമ്മൾ കീഴോട് ചെന്നിട്ട് ഇവിടെ കാര്യം കിടന്ന് മരിച്ചാൽ എന്ത് ചെയ്യും? എന്റെ കൊല്ലമോനെ എന്നാ ചെയ്യാനാ? ആരുമില്ല ഞങ്ങൾ നിർത്തോട്ട്. ഇന്നലെ ജോലിപ്പോ പറഞ്ഞത് നമ്മ കാണുന്ന അവസരത്തിലേക്ക് നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രത്യാശയുടെ വാക്കുകൾ കേവലം മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ മാത്രം നമുക്ക് ഉപയോഗിക്കണം. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത് നിനക്ക് പാർക്കുവാൻ, നിന്റെ മരണം വരെ. ആ യാഥാർത്ഥ്യം നീ ഞാൻ മനസ്സിലാക്കിയാൽ സ്വർഗത്തിൽ വസിക്കുന്നതായിരിക്കും നിനക്ക് ആനന്ദം. ഈ ഭൂമി കാണുന്നതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ദ്രവ്യാഗ്രഹം വന്നു കയറുമ്പോഴാണ് ഈ ഭൂമി വിട്ടു പോകാതിരിക്കാൻ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കണമെന്ന ആഗ്രഹം തോന്നുന്നതിന്റെ കാര്യം. ഈ ഭൂമിയിലുള്ള നന്മകളെല്ലാം അനുഭവിച്ച് ഇതാണ് സ്വർഗമെന്ന് ചിന്തിച്ച് ജീവിക്കുക. ഇവിടെ കൊണ്ട് മരിക്കത്തില്ലെന്നുള്ള ചിന്തയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, ദൈവം എല്ലാം ഉണ്ടാക്കി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നിർത്തിയതൊക്കെ അവിടെ തന്നെ ഇത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടോ? ഒന്നും താഴെ പോയിട്ടില്ല. ഇവിടെ പറയുന്നുണ്ടാ, ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നുണ്ടാ, അവനെ അനുഗ്രഹിച്ചു. കന്നുകാലി, ഇടജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സമുദ്രത്തിലെ സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോൾ ദൈവം അടുത്ത് സൃഷ്ടിച്ചത് ഭൂമിയാണ്. അതത് തരം കന്നുകാലികൾ, ആട്, പശു, എന്തൊക്കെ വേണോ അതല്ല, ഇടജാതികൾ, കാട്ടുമൃഗങ്ങൾ, അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂതര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലതെന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യരെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇടയുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഈ ഭൂമി ആർക്ക് വേണ്ടിയുണ്ടാക്കിയത്? പക്ഷെ ഏതൊക്കെ തോട്ടത്തിൽ കൊണ്ടാക്കിയപ്പോ ദൈവത്തിന്റെ ഉപദേശനായിരുന്നു, അവൻ എന്റെ കൂടെ വസിക്കണം. ഇവനെ അവിടുന്ന് ആക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം അവനെ ഏതോ തോട്ടത്തിലാക്കി, ദൈവം അവനെ ഏതോ തോട്ടത്തിൽ പുറത്താക്കി. നമ്മൾ അടുത്ത അധ്യായത്തോട്ട് വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ സൃഷ്ടിക്ക് ഓരോന്നോരോന്ന് പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോ വായിച്ച വാക്യത്തിനകത്ത് പറയുകയാണ്, 27-ാം വാക്യം, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണോ ദൈവം ആദ്യം സൃഷ്ടിച്ച്? ആദ്യം ദൈവം സൃഷ്ടിച്ചതിനെ ആദമിനെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവന് ഏകനാണെന്ന് തോന്നിയത് ഇവന്റെ കുറച്ച് ദിവസം ഇവന്റെ ഉറപ്പ് കഴിഞ്ഞിട്ടല്ലേ? ഇവന് ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ലെന്ന് തോന്നിയത് അത് കഴിഞ്ഞിട്ടല്ലേ ഹവ്വയെ സൃഷ്ടിച്ചേ? പക്ഷെ ഇവിടെ പറയുന്നതല്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതാ ഞാൻ പറഞ്ഞേ, ചില വാക്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ഇതിന്റെ പിന്നിൽ ദിവസങ്ങളുടെ, മാസങ്ങളുടെ, വർഷങ്ങളുടെ ഗ്യാപ്പുകളുണ്ട്. അല്ലേ? എത്ര പേരുടെ കൂടെ ഉണ്ട്? ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, പക്ഷെ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. ഇവന് ഏകനായിരിക്കുന്നു എന്ന് ദൈവത്തിന് തോന്നുന്ന സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പെണ്ണു വന്നേ. പക്ഷെ 1-ാം അധ്യായത്തിൽ പറയുന്നു ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേൽ ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂതരത്തിന്മേലും
ഇരിക്കട്ടെ. അവരെ അതിനുവേണ്ടി ആയിരുന്നു ഉണ്ടാക്കി? മനുഷ്യനെ അതിനുവേണ്ടി ആയിരുന്നു ഉണ്ടാക്കി? ദൈവത്തോടു കൂടെ വസിക്കാൻ ഏകോപത്തിലാക്കിയെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ പിന്നിൽ ദൈവം ഒരു സൃഷ്ടിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതാ പറഞ്ഞ ദൈവം ആദ്യവും അന്ത്യവും അറിയുന്ന ദൈവമാണ്. അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ സർവജ്ഞാനിയാണ്. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാ ഏതൻ തോട്ടത്തിന്റെ നടുക്ക് ഈ വൃക്ഷം വെച്ച്? എല്ലാവരും ചോദിക്കും, ദൈവത്തിന് ആ വൃക്ഷം വെക്കാതിരുന്ന പോരായിരുന്നു? ദൈവത്തിന് അറിയാം ഇവൻ ആ വൃക്ഷഫലം തിന്നുമെന്നും ഇവനെ എനിക്ക് കൊണ്ടാക്കാൻ ഒരു ഭൂമി വേണമെന്നും ദൈവത്തിന് കൃത്യമായ ക്രിയേഷൻ കഴിഞ്ഞിട്ട് മനുഷ്യനെ ഉണ്ടാക്കി ഏറ്റവും ലാസ്റ്റ് അവനെ ഉണ്ടാക്കി. എന്നിട്ട് ദൈവം പറയുകയാണ് ഇനി നീ ഭൂമി എന്ത് ചെയ്യാൻ പോവാ? വാഴാൻ പോവാ. സമുദ്രത്തിലെ മത്സ്യങ്ങൾ തമ്മിലുള്ള അധികാരം നിനക്ക് ഞാൻ തരികയാണ്. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായി ഇരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചലിക്കുന്ന സകല ഭൂജലജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി വിശ്വസമായ 6-ാം ദിവസം. ഈ 6-ാം ദിവസം വരെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു? 1, 2, 3, 4, 5, 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എവിടെയാക്കി? ഭൂമിയിലാക്കി. അവന് അധികാരം കൊടുത്തതായിട്ടാ പറയുന്നത്. വാഴുവാനുള്ള അധികാരം. അപ്പൊ എന്റെ ചോദ്യം, ആ ചോദ്യം നിങ്ങളോട് ചോദ്യം. 6-ാം ദിവസം ദൈവം സൃഷ്ടിച്ചു. അവനോട് പറഞ്ഞു, ഭൂമിയിലെ ഫലങ്ങളുള്ള വൃക്ഷം നിനക്ക് തിന്മാനും പച്ചസസ്യം പക്ഷികൾക്ക് ഭക്ഷിപ്പാനും സൃഷ്ടിച്ചിരിക്കുന്നു. മൃഗങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. ദൈവം ആദ്യം കൊടുത്തത് വെജിറ്റേറിയൻ ഫ്രൂട്ട്സ് ആണ്. ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് തിന്മാനാണ് ദൈവം കൊടുത്തത്. വൃക്ഷങ്ങളുണ്ടാക്കി. പക്ഷെ ഇവന്റെ കയ്യിലിപ്പോൾ ഇത് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. ഇന്ന് പോർക്കും ബീഫും ഒക്കെ നമ്മൾ കഴിക്കുന്നത്. ഡോക്ടർ ഫ്രൂട്ട്സിന്റെ ഗുളിക തന്നുകൊണ്ടിരിക്കുക. ഡി കുറവുണ്ട്, സി കുറവുണ്ട്, ഇ കുറവുണ്ട്, എ കുറവുണ്ട്. ഇത് കഴിക്കണം. ദൈവം ഉണ്ടാക്കി തന്നെന്താ? എ ഉള്ള ആപ്പിള്, ബി ഉള്ള ബീട്രൂട്ട്. അവർക്ക് വേണ്ടി സസ്യം ഉണ്ടാക്കി അന്ന് നമ്മൾ വായിച്ചാൽ ഭൂമിയിലെ സകല മൃഗങ്ങൾക്ക് ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചലിക്കുന്ന സകല ഭൂജലജന്തുക്കൾക്ക് ആഹാരമായിട്ട് പച്ചസസ്യം ആർക്ക് കൊടുത്തേ? ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യനും കൊടുക്കും. മനുഷ്യൻ തിന്നാൻ പറഞ്ഞത് അവനിന്ന് തിന്നുന്ന ചീരി. കാരണം ഈ മറ്റതൊക്കെ ദഹിക്കണമെന്നുണ്ടെങ്കിൽ ചീരി ഈ വേലി നിൽക്കുന്ന പത്തലൊക്കെ തിന്നാല് മറ്റേ എഫക്ട് പോകുന്നു. അതായത് നമ്മൾ നിയന്ത്രിക്കുന്ന ശക്തി ലോകത്തിന്റെ ശക്തിയാണ്. എങ്ങനെ നിന്നെ നശിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ആരാണ്? കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് ഞങ്ങൾ പോയപ്പോ PJ സാർ പറഞ്ഞു, അനാവശ്യമായി നീ ഭക്ഷണം കഴിക്കുമ്പോൾ നീ നിന്റെ ശരീരത്തെ നശിപ്പിക്കുക. ഓവറായിട്ട് നീ കഴിക്കുമ്പോ ദൈവം പറയുന്നത് നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കരുത്. ആ ദൈവത്തിന്റെ ഞാൻ പുറവലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, മറ്റുള്ള ഒരു പരിപാടിയും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എന്റെ ശരീരത്തെ നശിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് 3 നേരം മന്തി കഴിച്ചാലും ആവശ്യമായത് ശരീരത്തിന് കൊടുക്കുന്നതാണ് യഥാർത്ഥ ദൈവത്തെ. ദീർഘായുസ്സോടെ ഇരിക്കാൻ, ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്താണ് വേണ്ടത്? അതാ കഴിക്കണ്ടേ. നമ്മൾ പഠിക്കുന്ന ഇനിയുള്ള ഒരു പുസ്തകത്തിനകത്ത് നമ്മൾ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, വചനത്തിലുണ്ട്. ഹവ്വയ്ക്ക് എന്താ പറ്റി? അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? കാണാൻ. ഇത് നമ്മുടെ പ്രശ്നം. ആ ബീഫൊക്കെ വരട്ടി വെച്ചിരിക്കുന്നത് കണ്ടാൽ ഫ്രൂട്ട്സും വേണ്ട, വെജിറ്റബിളും വേണ്ട. അമ്മൂനൊക്കെ എന്നും ചിക്കൻ കിട്ടിയ അത്രയും സന്തോഷം ചിരിക്കുക. കുഞ്ഞുങ്ങൾക്കെല്ലാം എന്ത് മതി?
ആട്ടത്തേക്ക് ഒന്ന് തട്ടിപ്പോവാ 30 വയസ്സിൽ. ദൈവം ഭൂമിയെ ഉണ്ടാക്കിയെന്തിനാണ്? മനുഷ്യൻ അധ്വാനിച്ച് വേല ചെയ്ത് ജീവിക്കുവാൻ. ഇന്ന് ആരാ അധ്വാനിക്കുന്നത്? ഇന്ന് മനുഷ്യന്റെ അധ്വാനം കുറവാ. ഈ മനുഷ്യന്റെ അധ്വാനം കുറഞ്ഞപ്പോൾ പിശാചിന് ഒരു ടെക്നിക്ക് മനസ്സിലായി. ഇവന് കുറച്ച് മീറ്റ് കൊടുത്താൽ ഇവ പെട്ടെന്ന് എത്തും. ആവശ്യമില്ലാത്തൊക്കെ ഇവനെ കൊണ്ട് തീറ്റിച്ചാൽ ഇവന്റെ ആയുസ് കുറയും. ഇവൻ അധികം നാൾ ദൈവത്തെ തീറ്റില്ല, പ്രസംഗിക്കത്തില്ല, പറയത്തില്ല. പിന്നെ അറ്റാക്ക് വന്ന് അണിഞ്ഞു പോകും. അതുകൊണ്ട് ചിലത് തിന്മാൻ കാണുവാൻ ഭംഗിയുള്ള ചിലതിനെ നമ്മൾ മുമ്പിൽ കൊണ്ട് തന്നിരിക്കുകയാണ്. കണ്ണിന് ഇഷ്ടമുള്ളതും രുചിയുള്ളതും ഹൃദയത്തിൽ സ്പർശിച്ചതുമായ ഒരു ഫലം, ഒരു ഭക്ഷണം നമ്മൾ അധികമായി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നാം നശിപ്പിക്കുകയാണ്. ഭൂമിയിൽ വാഴുവാൻ മനുഷ്യനെ ആക്കി വാഴാതിരിക്കാൻ ആര് നോക്കും? അതെ, നമ്മൾ വായിച്ച വാക്യത്തിൽ വേഗം വായിച്ചു. ഒരു മിനിറ്റ് കൊണ്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കാം. 6 ദിവസങ്ങൾ കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചു. സകലത്തെയും ഈ 6 ദിവസത്തെ സൃഷ്ടിപ്പ് കൊണ്ട് ഭൂമി, ആകാശം, നക്ഷത്രഗോളങ്ങൾ, ഗ്രഹങ്ങൾ എന്തൊക്കെ ആവശ്യമുണ്ടോ, ഇത് നിലനിൽക്കാൻ, ഇത് വർക്ക് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനെ എല്ലാം സൃഷ്ടിച്ച് അവസാനം ഉണ്ടാക്കിയതാണ് മനുഷ്യർ. എന്നിട്ട് ദൈവം ഒരു സാധനം കൊടുത്തു അവരുടെ കയ്യിലുണ്ട്. എന്ത് സാധനമാണ്? മത്സ്യങ്ങളുടെ മേലുള്ള അധികാരം, മൃഗങ്ങളുടെ മേലുള്ള അധികാരം, പർവ്വജാതികളുടെ മേലുള്ള അധികാരം, ഇവയ്ക്കൊക്കെ പേരും ആരിട്ടു. അപ്പൊ ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠനാരാണ്? മനുഷ്യർ. ഈ മനുഷ്യരെ കുറിച്ച് നമ്മൾ സന്ധ്യയിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നാം ഈ പഠിച്ച അല്ലെങ്കിൽ കേട്ട ദൈവവചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവേ ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദത്തിനാണ് ഞങ്ങൾ നന്ദി പറയുക. കർത്താവേ തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവകൃപയെ ഞങ്ങൾ നിർത്താമേ. ഞങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനുള്ള കർത്താവെ ഇടയാക്കി. കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനെ ഉണ്ടാക്കി അവരെ അതിന് അധിപതിയാക്കിയെന്ന് കർത്താവെ ഞങ്ങൾ വായിക്കുന്നു. 6 ദിവസത്തെ സൃഷ്ടിപ്പിന് ശേഷം 7-ാം ദിവസം കർത്താവ് ഹല്ലേലൂയ ദിവസത്തെ ശുദ്ധീകരിക്കുന്നതായി ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കർത്താവ് വിശുദ്ധ ദിവസം, വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അങ്ങനെ സന്നിധിയിൽ കൂടി വരുവാൻ വചനം ധ്യാനിക്കാനൊക്കെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ.